കണ്ടോ എൻ്റെ കുപ്പിവിള. അപ്പം ഞാൻ കുപ്പിവിള കാട്ടാൻ പോവുകയാണ്. പഴയ കാലത്ത് കുപ്പിവിള എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഫേമസാണ്. നല്ല കുപ്പിവിളയൊക്കെ ഇട്ടിട്ട് ഞാൻ ഓരോ ഡ്രസ്സിനും മേച്ചായിട്ട് വാങ്ങി വെച്ചതാണ്. ഇപ്പോഴത്തെ ഒന്നും അല്ല, ഇത് ഒരുപാട് നാളുകൾക്ക് മുമ്പുള്ളതാണ്. ഒരു 8-10 വർഷമെങ്കിലും ആവും. ഇങ്ങനെ വാങ്ങി വെച്ചതാണ്. കടയൊക്കെ ഉള്ള സമയത്ത് ഞാനിങ്ങനെ വാങ്ങി വെച്ചു. ഒത്തിരി ഉണ്ടായിരുന്നു. ഒരുപാട് ഞാൻ വാരി കൊടുത്തു, ഒരുപാട് കൊടുത്തു. വീണ്ടും പിന്നെ ഇനിയും കുറേ ഉണ്ട്. ഇനി അവിടെ ഇവിടെയൊക്കെ കുറേ കിടപ്പുണ്ട്. പിന്നെ ഒത്തിരി ഉണ്ട്. അപ്പം എൻ്റെ ഒരു കൂട്ടുകാരിക്ക് കുപ്പിവിള ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു. അപ്പം അവളെ കയ്യിലുള്ളതൊക്കെ പൊട്ടിപ്പോയി, കുപ്പിവിളകൾ ഇല്ല എന്ന് പറഞ്ഞു. കുപ്പിവിളയുടെ ഭയങ്കര ആഗ്രഹമാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ കരുതി കുറച്ച് കുപ്പിവിള അവൾക്ക് കൊടുക്കാമെന്ന് കരുതി. അങ്ങനെ അവൾക്ക് കൊടുക്കാമെന്ന് കരുതിയിട്ട് പലതരം കളറുകൾ ഞാനിങ്ങനെ എടുത്തു വെച്ചതാണ് എൻ്റെ ഒരു കൂട്ടുകാരിക്ക് കൊടുക്കാൻ. ഇത്രയും വളകൾ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് അവൾക്ക് കൊടുക്കാമെന്ന് കരുതി വെച്ചതാണ്. ഇനി ഇത് അവൾക്ക് കൊടുക്കാം. നിങ്ങൾക്ക് കുപ്പികളെയൊക്കെ ഇഷ്ടമാണോ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുപ്പികള. ഇതിൽ ഡിസൈനുണ്ട്. ഇത് മഞ്ഞയാണ്, മഞ്ഞയിൽ ഡിസൈൻ വരുന്നതാണ്. മഞ്ഞ കളറ് ഡ്രസ്സൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഇത് കറുപ്പ്. ഇത് ഒരിടയ്ക്കിറങ്ങിയ മോഡലാണ് കേട്ടോ. കറുപ്പിൽ ഇങ്ങനെ വെള്ളപ്പുള്ളി വരുന്നതാണ്. ഇത് ഇറങ്ങിയപ്പോൾ ഈ കളർ മാത്രമേ ഉള്ളായിരുന്നു. ഇപ്പോൾ എല്ലാ കളറിലും ഇതുപോലത്തെ ഡിസൈൻ വരുന്നുണ്ട്. കറുപ്പിൽ പല പല കളറുകൾ ചേർന്ന് ഇങ്ങനെ വരുന്നുണ്ട്. ആദ്യം വെള്ള മാത്രമേ ഉള്ളായിരുന്നു. പിന്നെ ചുവപ്പ് 2 തരം ചുവപ്പുണ്ട്. ഇളം ചുവപ്പുണ്ട്, കടുത്ത ചുവപ്പുണ്ട്. അങ്ങനെ പിന്നെ നീല, പൊന്മാൻ നീലയുണ്ട്, മറ്റേ നീലയുണ്ട്. മറ്റേ നീലയെന്ന് പറഞ്ഞാൽ അതിൻ്റെ വേറൊരു നീല കേട്ടോ. ഇത് സ്വർണ്ണ കളർ പോലത്തെ വളയാണെങ്കിൽ പച്ച ഡിസൈനുള്ള വളയുണ്ട് കണ്ടോ. ഇത് നമുക്ക് ഏത് ഡ്രസ്സിനും ഇങ്ങനെ മേച്ചായിട്ട് കലർത്തി ഇടാൻ പറ്റും. 2 ഷെയ്ഡായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൽ ഓറഞ്ച് ഉണ്ട്, ഗോൾഡ് കവറിങ് ഉണ്ട്, പച്ചവളയുണ്ട്, ഒരു പ്രത്യേക ഒരു കളർ, എന്താ അതിന് പറയുക, ചന്ദന കളറും അല്ല, അങ്ങനത്തെ ഒരു പ്രത്യേക ഷെയ്ഡാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പം അങ്ങനെ ഒത്തിരി വളകളുണ്ട്. ഇനിയും വേറെ ടിന്നിലൊക്കെ ഒത്തിരി ഉണ്ട്. അത് നുള്ളിപ്പറക്കി എടുത്തുകൊണ്ട് വരണം. ഞാനിങ്ങനെ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് വന്നിട്ട് എവിടെയെങ്കിലുമൊക്കെ ഊരിപ്പറക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം ഇങ്ങനെ നുള്ളിപ്പറക്കിയൊക്കെ എടുത്തുകൊണ്ട് വരണം. പിന്നെ ഈ ഊരിപ്പറക്കുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ വെപ്രാളത്തിലൊക്കെ ഊരിപ്പറക്കുമ്പോൾ പൊട്ടിപ്പോകും. 1-2 പൊട്ടും. കയ്യിലിടുമ്പോഴും പൊട്ടും, ഊരി തിരിച്ചെടുക്കുമ്പോഴും പൊട്ടും. അങ്ങനെ കുറച്ച് ഇത് എല്ലാം അടുക്കി പറക്കിയപ്പം കുറച്ച് പൊട്ടിയ വളകളും ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അതൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പം ഇത്രയേ ഉള്ളൂ. ഇനി കുറേ ഉണ്ട്, തപ്പിയെടുക്കണം. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമാണോ അല്ലേന്ന് പറയണം.